വെൽക്കം ബാക്ക് ടു ഡ്രൈവിലെറ്റ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ജാപ്പനീസ് കാർ മേക്കേഴ്സായ ഹോണ്ട സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUV സെഗ്മെൻറ്റിൽ ഇറക്കിയ ഏറ്റവും പുതിയ ഹോണ്ട WRV ആണ്. 2017 ആദ്യമായി ഇന്ത്യൻ കാർ മാർക്കറ്റിൽ ഹോണ്ട WRV ലോഞ്ച് ചെയ്തത്. ഹോണ്ട ജാസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഹോണ്ട WRVയും വരുന്നത്. ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് WRV. 6 കളർ ഓപ്ഷൻസിലും ഈ ഒരു വാഹനം ലഭ്യമാണ്. 2 വേരിയൻസ് ആണ് വരുന്നത്, SV, VX. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ VX വേരിയൻ്റ് ആണ്. VX ആണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇനി നമുക്ക് ഹോണ്ട എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അപ്ഡേഷൻ പുതിയ WRVയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നോക്കാം. അഡ്വാൻസ്ഡ് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് WRVയിൽ വന്നിരിക്കുന്നത്. ഡേ ടൈം റണ്ണിംഗ് ലാംപ്സും പൊസിഷൻ ലാംപ്സും നൽകിയിരിക്കുന്നു. അതുകൂടാതെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നതും ഈ ഒരു സെയിം യൂണിറ്റിൽ തന്നെയാണ്. ബമ്പറിൻ്റെ ഏറ്റവും താഴെയായി തന്നെ ഫോഗ് ലാമ്പ് നൽകിയിരിക്കുന്നു. ഇതൊരു LED ഫോഗ് ലാമ്പാണ്. ഏറ്റവും താഴെ തന്നെ സ്കിഡ് പ്ലേറ്റ്സ് നൽകിയിരിക്കുന്നു. ഇതൊരു അലുമിനിയം സ്കിഡ് പ്ലേറ്റ് ആണ്. ഡ്യുവൽ ടോൺ സ്കിഡ് പ്ലേറ്റ്സ്, സിൽവർ ആൻഡ് ബ്ലാക്ക് കളേർഡ് സ്കിഡ് പ്ലേറ്റ്സ് ആണിത്. ഈ ഡിസൈൻ ചെയ്ത ഒരു ഫ്രണ്ട് റേഡിയേറ്റർ ഗ്രിൽസ് ആണിത്. ബോൾഡർ സോളിഡ് വിങ് ക്രോം ഗ്രിൽ, വളരെ അഗ്രസീവ് ക്യാരക്ടർ ഉള്ള ഒരു ഗ്രില്ലാണിത്. സെൻട്രലായി ഹോണ്ടയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു. ലെങ്ത് കുറഞ്ഞൊരു ബോണറ്റാണ് WRVയിൽ വരുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ലൈൻസ് ബോണറ്റിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് മസ്കുലർ ലുക്ക് ഈ ഒരു ബോണറ്റ് നൽകുന്നു. വൈപ്പേഴ്സ് മാനുവൽ വൈപ്പേഴ്സ് ആണ്. ഹിഡൻ വൈപ്പേഴ്സ് ആണ് WRVയിൽ വരുന്നത്. ഏറ്റവും ടോപ്പിലായി തന്നെ നമുക്ക് ഇലക്ട്രിക് സൺറൂഫും കാണാൻ സാധിക്കും. ഇനി നമുക്ക് WRVയുടെ സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഓവറോൾ ലെങ്ത് വന്നിരിക്കുന്നത് 3999 mm ആണ്. ഓവറോൾ വിഡ്ത്ത് വന്നിരിക്കുന്നത് 1734 mm. ഹൈറ്റ് വന്നിരിക്കുന്നത് 1601 mm ആണ്. ഇനി നമുക്ക് ടയേഴ്സ് ഒന്ന് നോക്കാം. 16 ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് WRVയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ വന്നിരിക്കുന്നത് ഡ്രം ബ്രേക്സും. ഇനി നമുക്ക് സസ്പെൻഷൻ ഒന്ന് നോക്കാം. മാക്പേഴ്സൺ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ്ഡ് വീൽ ആർച്ചസും നൽകിയിരിക്കുന്നു. ഈ ഒരു മാറ്റ് ഫിനിഷ്ഡ് ബോഡി ക്ലാഡിങ്സ് വണ്ടിയുടെ ചുറ്റും നൽകിയിരിക്കുന്നു. ഫൈബർ ബോഡി ക്ലാഡിങ്സ് ആണിത്, മാറ്റ് ഫിനിഷ്ഡ് ക്ലാഡിങ്സ്. സൈഡ് പ്രൊഫൈൽ കുറച്ചുകൂടെ അഗ്രസീവ് ലുക്കിലാക്കി തരുന്നുണ്ട് ഈ ഒരു ബോഡി ക്ലാഡിങ്സ്. ബോഡി കളർഡ് സൈഡ് വ്യൂ മിറേഴ്സ്, ഡ്യുവൽ ടോൺ സൈഡ് വ്യൂ മിറർ ആണിത്. ഇതിൽ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും നൽകിയിരിക്കുന്നു. ക്രോം പ്ലേറ്റഡ് ഡോർ ഹാൻഡിൽസ്, കീലെസ് എൻട്രിയുടെ സ്വിച്ചും ഇതിൽ തന്നെ നൽകിയിരിക്കുന്നു. നല്ലൊരു സ്ട്രോങ് ബോഡി സ്ട്രക്ചറിലാണ് WRV മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ABS, EBD, ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, ECU ഇമ്മൊബിലൈസർ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ്. ഇനി നമുക്ക് റിയർ പ്രൊഫൈൽ ലുക്ക് ഒന്ന് നോക്കാം. റിയർ പ്രൊഫൈലും കുറച്ചുകൂടെ അഗ്രസീവ് ആൻഡ് സ്റ്റൈലിഷ് ആക്കാൻ ഹോണ്ട ശ്രമിച്ചിരിക്കുന്നു. LED ടെയിൽ ലാംപ്സ് തന്നെയാണ് റിയർ പ്രൊഫൈലിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സ് ഒന്ന് നോക്കാം. ഫുൾ LED ടെയിൽ ലാംപ്സ് ആണിത്, ഡി ഷേപ്ഡ് ടെയിൽ ലാംപ്സ്. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഈ ഒരു യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ ഡ്യുവൽ ടോൺ ബമ്പേഴ്സ് കാണാൻ സാധിക്കും. അതിൽ തന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിരിക്കുന്നു. ഇതൊരു ഇൻബിൽഡ് പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. സ്കിഡ് പ്ലേറ്റ്സ് സിൽവർ കളേർഡ് സ്കിഡ് പ്ലേറ്റ്സ് ആണ്. ഹണികോം പാറ്റേൺ ഡിസൈനും ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നൽകിയിരിക്കുന്നു. റൈറ്റ് സൈഡിലായി എക്സോസ്റ്റ് പൈപ്പ് കൊടുത്തിരിക്കുന്നതും കാണാൻ സാധിക്കും. ബാക്കിലെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് ട്വിസ്റ്റഡ് ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. ഡിക്കി ഡോറിലായി IVTech ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു. പിന്നെ VX ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു. റിയർ വൈപ്പേഴ്സ് വാഷറും അവൈലബിൾ ആണ്. ഹോണ്ടയുടെ ഒരു ലോഗോയും അവിടെ ബാഡ്ജ് ചെയ്തിരിക്കുന്നു. ഒരു ക്രോം പ്ലേറ്റ് ഡിസൈനും ഡിക്കി ഡോറിൽ നൽകിയിരിക്കുന്നു. റിയർ വിൻഷീൽഡിലും ഡീഫോഗർ അവൈലബിൾ ആണ്. LED ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻറ്റിനയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഇൻബിൽഡ് ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. റൂഫ് റെയിൽസ് ഡ്യുവൽ ടോൺ റൂഫ് റെയിൽസ് ആണ്.
സിൽവർ ആൻഡ് മാറ്റ് ഫിനിഷ്ഡ് റൂഫ് റെയിൽസ്. ഇതൊരു ആർട്ടിഫിഷ്യൽ റൂഫ് റെയിലാണ്, നമുക്ക് വെയിറ്റ് ഒന്നും ക്യാരി ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന റൂഫ് റെയിൽസ് ആണിത്. ഇനി നമുക്ക് ഡിക്കി ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 363 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. 363 ലിറ്റേഴ്സ്. പാർസൽ ട്രേയും നൽകിയിരിക്കുന്നു, ഇത് റിമൂവ് ചെയ്യാനും സാധിക്കും. ഇനി സ്പെയർ വീൽ ഒന്ന് നോക്കാം. 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് ഇതിൽ സ്പെയർ വീലായി യൂസ് ചെയ്തിരിക്കുന്നത്. ടൂൾ ബോക്സും ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. ഡിക്കി ഡോറിലായി തന്നെ റിവേഴ്സ് ക്യാമറയും ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാഹനത്തിന് ഇൻബിൽഡ് റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ്. സിൽവർ ഇൻസേർട്ടുകളും കാണാൻ സാധിക്കും. മെറ്റൽ ഫിനിഷ്ഡ് ഡോർ ഓപ്പണേഴ്സ്, പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, ഡോർ ഹാൻഡിൽ, ആംറസ്റ്റ്, ബോട്ടിൽ ഹോൾഡേഴ്സ് നൽകിയിരിക്കുന്നു. ഡോർ സ്പീക്കേഴ്സ്, 4 ഡോർ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതാണ് പാസഞ്ചർ സൈഡ് ക്യാബിൻ ലുക്ക് വരുന്നത്. ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് കളർ സീറ്റാണ് WRVയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റിയർ ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല, ഫിക്സഡ് പില്ലോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെഗ് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് തന്നെ WRV പ്രൊവൈഡ് ചെയ്യുന്നു. തൈ സപ്പോർട്ടോട് കൂടിയ സീറ്റ്സ് ആണ്. സെൻറ്ററിൽ നല്ലതായിട്ട് ഇരിക്കാൻ സാധിക്കും, തടസ്സങ്ങളൊന്നും വരുന്നില്ല. ചാർജിങ് സോക്കറ്റോ സെൻട്രൽ AC ഒന്നും അവൈലബിൾ അല്ല. ഏറ്റവും ടോപ്പിലായി ഡോർ ഹാൻഡിൽസും കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലാംപ്സ്. നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഫ്രണ്ട് ക്യാബിൻ തന്നെയാണ് ഹോണ്ട WRVയിൽ വരുന്നത്. ബ്ലാക്ക് തന്നെയാണ് ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറ്. അതുകൂടാതെ സിൽവർ ഇൻസേർട്ടുകളും കൊടുത്തിരിക്കുന്നതായി കാണാം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഹോണ്ട ഇൻറ്റീരിയേഴ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്രോം പ്ലേറ്റഡ് ഡോർ ഹാൻഡിൽസ് ആണ്. കീലെസ് എൻട്രിയുടെ സ്വിച്ചും ഡോർ ഹാൻഡിൽസിലായി കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ഡോർസിലും ബ്ലാക്ക് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ്. സിൽവർ ഇൻസേർട്ടുകളും കൊടുത്തിരിക്കുന്നതായി കാണാം. മെറ്റൽ ഫിനിഷ്ഡ് ഡോർ ഓപ്പണേഴ്സ് ആണ്. പവർ വിൻഡോസിൻ്റെ കൺട്രോൾ, ഡോർ അൺലോക്ക് ബട്ടൺസ്, പിന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കൺട്രോൾസ്, അതൊക്കെയാണിത്. ആംബ്രസ്റ്റ്, ഡോർ ഹാൻഡിൽസ്, ബോട്ടിൽ ഹോൾഡേഴ്സ്, ഡോർ സ്പീക്കേഴ്സ്. 4 ഡോർ സ്പീക്കേഴ്സ് ആണ് WRVയിൽ വരുന്നത്. ഇതാണ് ഫ്രണ്ട് ക്യാബിൻ ലുക്ക്. മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. മാനുവലായിട്ട് തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പെഡൽസ്, ഇൻ്റലിജൻറ്റ് പെഡൽസ് എന്നാണ് ഹോണ്ട ഇതിന് പറയുന്നത്. ബ്രേക്ക് ഓവർറൈഡ് സിസ്റ്റവും ഈ പെഡൽസിൻ്റെ പ്രത്യേകതയാണ്. ഫ്യൂൽ ലിഡ് ആൻഡ് ബോണറ്റ് ഓപ്പണറും ഇവിടെ നൽകിയിരിക്കുന്നു. ഡ്രൈവർ സൈഡ് AC വാൻസ്, സ്പീഡ് അഡ്ജസ്റ്റബിൾ AC വാൻസ് ആണ്. ഒരു സിൽവർ ഇൻസേർട്ടും ആ ഒരു AC വാൻസിന് സൈഡിലായി കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസും അവിടെ അവൈലബിൾ ആണ്. അതിലും താഴെയായി തന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോളും കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് WRVയിൽ വരുന്നത്. അതിൽ തന്നെ വൈറ്റ് ആൻഡ് റെഡ് ഇലുമിനേഷൻ ലൈറ്റും നൽകിയിരിക്കുന്നു. അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത് WRVയിൽ. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. 3 സ്പോക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിലായി ഒരു സിൽവർ ഗാർണിഷ് നൽകിയിരിക്കുന്നു. സ്റ്റിയറിംഗ് മൗണ്ടഡ് ഫോൺ ആൻഡ് ഓഡിയോ കൺട്രോൾസും അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരു മൈക്കും നൽകിയിരിക്കുന്നു. വോയിസ് കമാൻഡിന് വേണ്ടിയുള്ളൊരു മൈക്കാണിത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, സെൻട്രലായി ഹോണ്ടയുടെ ലോഗോ നൽകിയിരിക്കുന്നു. ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ്. ഇവിടാണ് ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീഫോഗറിൻ്റെയും വൈപ്പേഴ്സിൻ്റെയും കൺട്രോൾ കാണാൻ സാധിക്കും. അഡ്വാൻസ്ഡ് മൾട്ടി ഇൻഫർമേഷൻ മീറ്റർ വിത്ത് LCD ഡിസ്പ്ലേ. ഈ ഒരു ക്ലസ്റ്ററിലും ബ്ലൂ തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറ്.
220 km/h ആണ് ഇതിൽ ടോപ്പ് സ്പീഡ് കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായി RPM മീറ്റർ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലായി നമുക്കൊരു സ്മാർട്ട് LCD ഡിസ്പ്ലേയും കാണാൻ സാധിക്കും. ആ ഒരു ഡിസ്പ്ലേയിലാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നത്. ഡ്യുവൽ ട്രിപ്പ് മീറ്റർ, ലോ ഫ്യൂവൽ വാർണിംഗ്, മൈലേജ്, ക്രൂസിംഗ് റേഞ്ച്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഡോർ ഓപ്പണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റ് എല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ AC വെൻസ്, സിൽവർ ഗാർണിഷോട് കൂടിയ സെൻട്രൽ AC വെൻസ് ആണിത്. താഴേക്ക് വരുമ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. 17.7 cm അഡ്വാൻസ്ഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ക്യാപ്റ്റീവ് ടച്ച് സ്ക്രീൻ. ഇൻബിൽഡ് സാറ്റലൈറ്റ് ലിങ്ക്ഡ് നാവിഗേഷനും അവൈലബിൾ ആണ്. അതുകൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വോയിസ് കമാൻഡ്, ബ്ലൂടൂത്ത്, USB, FM, AM എന്നിവ സപ്പോർട്ടാണ്. ഹസാർഡ് ലാമ്പിനുള്ള ബട്ടണും ഇവിടെ നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് WRVയിൽ വരുന്നത്. ടച്ച് കൺട്രോൾ പാനലോട് കൂടിയ AC ആണിത്. ഡസ്റ്റ് ആൻഡ് പോളൻ ഫിൽറ്ററും ACക്കുള്ളിൽ നൽകിയിരിക്കുന്നു. ഏറ്റവും താഴെ തന്നെ USB ചാർജിങ് സോക്കറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു USB സോക്കറ്റ് നൽകിയിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റും നൽകിയിരിക്കുന്നു. സ്റ്റോറേജ് സ്പേസ്, പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും നൽകിയിരിക്കുന്നു. ലെതർ റാപ്ഡ് ഗിയർ നോബിൻ്റെ മുകളിലായി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ നൽകിയിരിക്കുന്നു. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണിത്. പിയാനോ ബ്ലാക്ക് ഫിനിഷും സിൽവർ ഗാർണിഷ് ഫിനിഷും ഒക്കെ ഗിയർ നോബിൻ്റെ സൈഡിലായി നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനെ പറ്റി ഇതുവരെ ഹോണ്ട അനൗൺസ് ചെയ്തിട്ടില്ല. നിലവിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് കീസ് ഒന്ന് നോക്കാം. നല്ലൊരു പ്രീമിയം കീ തന്നെയാണ് WRVയിൽ വരുന്നത്. ഡോർ അൺലോക്ക് ബട്ടൺസ് കീയിലായി കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്സ്, ക്രോം ടിപ്പോട് കൂടിയ ഹാൻഡ് ബ്രേക്സ് ആണിത്. പിന്നെ ചെറിയൊരു കോയിൻ ഹോൾഡേഴ്സും ഇവിടെ തന്നെ നൽകിയിരിക്കുന്നു. ആംബ്രസ്റ്റ്, ഫാബ്രിക് അപ്പോൾസ്റ്ററി ആംബ്രസ്റ്റ് ആണ്. അതിനുള്ളിലായി സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ആംബ്രസ്റ്റിനുള്ളിലായി തന്നെ ഒരു പവർ ഔട്ട്പുട്ട് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഗ്ലോ ബോക്സ് വരുന്നത്. ഇനിയും IR VMs ഒന്ന് നോക്കാം. മാനുവലി അഡ്ജസ്റ്റബിൾ IR VMs ആണ് WRVയിൽ വരുന്നത്. റൂഫിലായി റീഡിംഗ് ലാംപ്സും നൽകിയിരിക്കുന്നു. സൺറൂഫിൻ്റെ കൺട്രോളും ഇവിടെ തന്നെയാണ് വരുന്നത്. 1 ടച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ് സൺറൂഫാണ്. ഓട്ടോ റിവേഴ്സ് ഫംഗ്ഷനും ഈ ഒരു സൺറൂഫിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് സൺവൈസർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ നമുക്കൊരു മിറർ അവൈലബിൾ ആണ്. ഇനിയും ഡ്രൈവർ സൈഡ് സൺവൈസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും ഒരു മിറർ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. $1.2 ലിറ്റർ 4 സിലിണ്ടർ IVTEC എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയ വാഹനമാണ്. ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 90 PS ആണ്. അത് ലഭിക്കുന്നത് 6000 RPMലാണ്. 110 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നു. അത് ലഭിക്കുന്നത് 4800 RPMലാണ്. ഇതിൻ്റെ മാക്സിമം മൈലേജ് അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 16.5 km/L ആണ്. 16.5 km/L. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 40 ലിറ്റർ ആണ്. 1106 കിലോയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. പെട്രോൾ എഞ്ചിൻ കൂടാതെ ഡീസൽ എഞ്ചിനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിലും ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കും. അതിൽ വന്നിരിക്കുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ മാക്സിമം പവർ വരുന്നത് 100 PS ആണ്. ഓട്ടോമാറ്റിക് വേരിയൻസിനെ പറ്റി ഇതുവരെ ഹോണ്ട അനൗൺസ് ചെയ്തിട്ടില്ല. നിലവിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻസിൽ വരുന്നത്.
ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ. താങ്ക്